നമസ്കാരം. വളരെ മനോഹരമായിട്ട് ഒരു കഥയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വായിച്ച് തീർത്തതിൻ്റെ അല്ലെങ്കിൽ വായിച്ച് കേട്ടതിൻ്റെ ഒരു അനുഭൂതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിത്താര എസ് എന്നുള്ള കഥാകൃത്തിന് പ്രത്യേക ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വായനക്കാർക്കിടയിൽ. കാരണം സിത്താര എസിനെ മലയാളികൾ വായിച്ചു തുടങ്ങിയിട്ട് കുറേയധികം വർഷങ്ങളായി. അഗ്നി മുതൽ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് സിത്താരേച്ചിയുടെ ഓരോ കഥകൾ വരുമ്പോഴും കാത്തിരുന്ന് വായിക്കുന്ന വായനക്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. KLF-ൻ്റെ ഈ ഒരു വേദിയിൽ അമ്ലത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ വ്യക്തിപരമായി അതെനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യമായിരുന്നു. കാരണം 10 വർഷത്തിന് ശേഷമാണ് സിത്താരേച്ചിയുടേതായിട്ട് ഒരു കഥാസമാഹാരം മലയാളത്തിൽ ഇറങ്ങുന്നത്. ഈ 10 വർഷക്കാലം സിത്താര എസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ പലയിടത്തുനിന്നും പലരും സിത്താരേച്ചിയോട് ചോദിച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അമ്ലത്തിൻ്റെ ആമുഖത്തിൽ സിത്താരേച്ചി പറഞ്ഞിട്ടുള്ള ഒരു വരി ഉണ്ടായിരുന്നു: എല്ലാത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായിരുന്നു എനിക്ക് എഴുത്ത് എന്നുള്ളത്. ഈ 10 വർഷവും ഒരുപക്ഷെ ഒളിച്ചോടിയിട്ടൊക്കെ ജീവിക്കുകയായിരുന്നു, എഴുത്തിൽ നിന്നും കൂടിയും എന്ന് തോന്നുന്നു. എങ്കിലും ഒരുപാട് പേരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ട് ഒരുപക്ഷെ ഒരുപാട് പേരുടെ ചെറിയൊരു നോവിനൊക്കെയുള്ള ഒരു സന്തോഷമായിട്ടൊക്കെയാണ് അമ്ലം പുറത്തിറങ്ങിയിരിക്കുന്നത്. അമ്ലത്തിലെ കഥകൾ അത് മറ മുതൽ ഏറ്റവും അവസാനമുള്ള 3 സ്ത്രീകളുടെ കഥ, 3 പെണ്ണുങ്ങളുടെ കഥ വരെയുള്ള 12 കഥകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം എന്തുകൊണ്ടാണ് സിത്താര എസിനെ മലയാള വായനക്കാർ ഇത്രയധികം ഓരോ കഥയ്ക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കുന്നതെന്നുള്ളത്. സിത്താരേച്ചി കൂടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കും എന്നെക്കാളധികം വായനക്കാർക്കും അറിയാൻ ആഗ്രഹമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ സ്ത്രീകളെ ഇത്രയധികം വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ ഇത്രയധികം നമ്മളൊക്കെ സ്ത്രീകളെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ അവരുടെ പുറമേയുള്ള സങ്കടങ്ങൾ, പുറമേയുള്ള ദുരിതങ്ങൾ മാത്രമാണ് കാണുക. പക്ഷെ സിത്താരേച്ചിയുടെ കഥകളിലെ സ്ത്രീകൾക്കൊക്കെ ഒരുപക്ഷെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മറ്റൊരു ജീവിതം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ള ശോഭി ആണെങ്കിലും മറയിലെ സ്ത്രീകൾ, ഏറ്റവും അവസാനമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള വേതാളത്തിലെ അമ്മയും മകളും, ഇങ്ങനെ ഒരുപക്ഷെ മറ്റൊരു കഥാകൃത്തും അല്ലെങ്കിൽ മറ്റൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കാണാത്ത വേറെ പല സ്ത്രീകളെയും അല്ലെങ്കിൽ വേറെ പല സ്ത്രീകളുടെ ജീവിതങ്ങളും സിത്താരേച്ചി മാത്രം ഒരു 3-ാം കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഈ വായനക്കാർക്ക് വേണ്ടിയിട്ട് അറിയാനുള്ളത്, എങ്ങനെ ഈ കഥകളിലെ സ്ത്രീകളെ ഇത്ര മനോഹരമായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ വായനക്കാരെ ഇത്രയധികം അമ്പരപ്പിക്കുന്ന വിധത്തിലൊക്കെ എഴുതിയെടുക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾക്കൊപ്പം അല്പസമയം പങ്കിടാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം പറയുകയാണ്. എല്ലാത്തിലുപരി ഒപ്പം വർത്തമാനം പറയാനെത്തിയിരിക്കുന്നത് പുതുകഥയിലെ ഏറ്റവും ശ്രദ്ധേയയായ എഴുത്തുകാരികളിൽ ഒരാളായ ജിൻഷയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി. മറ്റൊരു പ്രിയപ്പെട്ട പെൺകുട്ടിയായ RJ ചച്ചുവാണ് കഥയിലെ ഒരു ഭാഗം ഇവിടെ അവതരിപ്പിച്ചത്. അത് എൻ്റെ എക്സ്ട്രാ 2 സന്തോഷങ്ങളായി ഇവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് ചോദ്യത്തിലേക്ക് വരാം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാവാം സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ആണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അത് അങ്ങനെ പ്ലാൻ ചെയ്ത് സ്ത്രീ കഥാപാത്രങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി എഴുതിയതല്ല. ഒരുപക്ഷെ ഞാൻ ജീവിച്ച പശ്ചാത്തലം, സ്ത്രീ എന്ന നിലയിലുള്ള എൻ്റെ ജീവിത വ്യാപാരങ്ങൾ, മനോവ്യാപാരങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ, ഇതിൽ നിന്നൊക്കെ ആയിരിക്കണം എൻ്റെ കഥാപാത്രങ്ങളെ ഞാൻ കണ്ടെടുത്തിയിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും തന്നെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള സ്ത്രീകളാണ്. മുഴുവനായിട്ടല്ലെങ്കിൽ പോലും അവരുടെ പല ട്രെയ്റ്റ്സും അവരുടെ സ്വഭാവത്തിലെ പല സവിശേഷതകളും പല സ്ത്രീകളിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്.
അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ ശോഭി ആണെങ്കിലും അതൊരു പത്രവാർത്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കഥയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്, ഒരു സ്ത്രീ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് സ്ത്രീ എന്നെടുത്ത് പറയുന്നത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പ്രത്യേക ജീവിത സന്ദർഭത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും അവളുടെ മനസ്സിലുണ്ടാവുക, എങ്ങനെയായിരിക്കും അവൾ അതിനോട് പ്രതികരിക്കുക, ആ പ്രതികരണങ്ങൾ ലോകത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെ ആവാം എന്ന് ഞാൻ വെറുതെ വിചാരിച്ച് നോക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സിങ് ഇത് കഥ എഴുതുമ്പോഴും അറിയാതെ തന്നെ വന്ന് ചേരാറുണ്ട്. അങ്ങനെയാണ് കഥകളിലുള്ള ഓരോ സ്ത്രീ കഥാപാത്രം, എല്ലാ കഥാപാത്രങ്ങളും തന്നെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. സ്ത്രീ കഥാപാത്രങ്ങളും എൻ്റെ എഴുത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വരച്ചിടൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഭാവികമായി തന്നെ എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്നും ചുറ്റും കണ്ടിട്ടുള്ളവരിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമൊക്കെ സ്വാംശീകരിച്ചെടുക്കുന്ന ചില സ്ത്രീ ട്രെയ്റ്റ്സ് മുൻനിർത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ സിത്താരേച്ചിനെ അറിയുന്ന പോലെ തന്നെ ശശിമാഷിനെയും മലയാളത്തിലെ എല്ലാ വായനക്കാർക്കും ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരാളാണ്. സിത്താരേച്ചിയുടെ കഥകൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് എഴുതി. അതായത് ഇപ്പോൾ ഞാനൊക്കെ കുറച്ച് കഥകൾ എഴുതിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊക്കെ ഏറ്റവും പ്രയാസം കഥകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എടുത്ത് കളയാൻ അങ്ങനെ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണത്. പക്ഷേ സിത്താരേച്ചിയുടെ കഥകൾ നോക്കുവാണെങ്കിൽ നമ്മളെത്ര കണ്ട് എഡിറ്റർമാർ എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനും ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. പക്ഷേ എല്ലാ കഥകളിലും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് വാക്കുകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ചധികം നേരത്തേക്ക് ചില വാക്കുകൾ വല്ലാതെ, ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ള കഥയിലെ ആദ്യത്തെ വരി, ഞാൻ മുല പറിച്ചെറിഞ്ഞ കണ്ണകിയല്ല ശോഭി എന്നൊക്കെ വായിച്ചിട്ടുള്ള ആ ഒരു വരിയൊക്കെ, ആ ഒരു വരി വായിച്ച് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ താഴോട്ട് വായിക്കുകയുള്ളൂ. അങ്ങനെ ഈ വാക്കുകളുടെ ഒരു ഒതുക്കിപ്പെറുക്കലൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ പറയുന്ന ശശിമാഷ് അല്ലെങ്കിൽ മാഷിൻ്റെ ഒരു വായന ചെറുപ്പകാലം തൊട്ടേ സിത്താരേച്ചിനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും. അപ്പോൾ മാഷിൻ്റെ സ്വാധീനം അതിലുണ്ടായിരുന്നു, അല്ല സ്വയം ചിട്ടപ്പെടുത്തി എടുത്ത ഒരു രീതിയാണോ ഈ കഥകളിലെ കൃത്യമായിട്ടുള്ള എഡിറ്റിംഗ് എന്നുള്ളത്, അല്ല അത് സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ തന്നെ ആ തരത്തിലങ്ങ് എഴുതുന്നതാണോ? എൻ്റെ അച്ഛൻ വളരെ നല്ലൊരു വായനക്കാരനാണ്. ഇപ്പോഴും അദ്ദേഹം രോഗാതുരമായിരിക്കുന്ന അവസ്ഥയിലും പുസ്തകങ്ങൾ ഇല്ലാതെ അദ്ദേഹത്തിനെ കാണുക പ്രയാസമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ എഴുതുന്നു എന്നുള്ളത് എൻ്റെ അച്ഛന് വളരെ അഭിമാനം തോന്നിയിരുന്നൊരു അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു അന്നും ഇന്നും ഞാൻ എഴുതുന്നു എന്നുള്ളത്. ഞാൻ എഴുതാതിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും അധികം സങ്കടപ്പെട്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹം തീർച്ചയായിട്ടും തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ എഡിറ്റിങ്ങിൽ മാത്രമല്ല, പൊതുവെ ഈവൻ ടൈറ്റിലുകൾ ഇടാനുമൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. പിന്നീട് ഒരുപാട് വർഷങ്ങൾ അവിടെയായിരുന്നു. ആ വിവാഹം കഴിഞ്ഞ് പോകുന്ന 23-ാമത്തെ വയസ്സ് വരെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി കാണിക്കുന്നത് എൻ്റെ അച്ഛനെയായിരുന്നു. അദ്ദേഹം അത് മുഴുവൻ ഇരുന്ന് വായിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നേരിട്ട് പറയുകയും ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഓരോന്നോരോന്നായി വെട്ടിക്കളയുകയും അതിന് പകരം എന്നെക്കൊണ്ട് തന്നെ അത് തിരുത്തിക്കുകയും, മൂപ്പര് എന്നെ സഹായിക്കില്ല, പക്ഷേ ഇതിവിടെ മാറ്റണം എന്ന് പറയും, ഈ ഭാഗം മാറ്റണം, ചിലപ്പോൾ ചില പാരഗ്രാഫുകൾ മുഴുവൻ മാറ്റണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ 2-3 തവണ എന്നെക്കൊണ്ട് എഴുതിക്കുകയും പിന്നീടും അദ്ദേഹം വായിച്ച് ഒരു ഫൈനൽ എഡിറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സഹായം കിട്ടാൻ ഭാഗ്യം ലഭിച്ച ഒരു മകളാണ് ഞാൻ. വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ സങ്കടം, എന്തെങ്കിലും എഴുതിയാൽ ആദ്യം അച്ഛനെ കാണിക്കാം. അന്ന് ഇമെയിൽ ഒന്നും എനിക്കില്ല.
അന്ന് ഫോൺ വിളി തന്നെ ഇല്ല, വല്ലപ്പോഴുമാണ് ഫോൺ. അപ്പോൾ എഴുത്ത് എന്നെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം വന്നില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം അച്ഛൻ എന്നെ സഹായിക്കാനാവില്ല, അച്ഛൻ്റെ അടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും എഴുതിയാൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ സ്വന്തമായി തിരുത്തലുകൾ എഴുതുന്നത്. നമ്മൾ എഴുതി കഴിഞ്ഞുള്ള തിരുത്തലുകൾ, അതിലുള്ള ഭംഗിയാക്കലുകൾ, അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിക്കളയലുകൾ ഒക്കെ പഠിച്ചു തുടങ്ങിയത് ആ ഒരു സമയത്താണ്. പിന്നീട് അത് അങ്ങനെ ഓരോ വല്ലപ്പോഴുമൊക്കെ എഴുതാറുള്ളൂ, പക്ഷെ എഴുതുമ്പോൾ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അത് വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നീട് എനിക്ക് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലി കൂടെയാണ്. അതുകൊണ്ട് തന്നെ എഴുതിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു കഥ വായിക്കുമ്പോൾ എനിക്ക് ഇതിൽ അല്പം എഡിറ്റിംഗ് ആകാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ. അത് ആ കഥ മോശമായത് കൊണ്ടല്ല, ഒരു ചെറിയ എഡിറ്റിംഗ് കൂടെ നടത്തിയിരുന്നെങ്കിൽ ഇതിലും മനോഹരമാകുമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു കണ്ണ് വെച്ചുകൊണ്ട് എൻ്റെ കഥകളെ ഞാൻ കിറിമുറിച്ച് ചെയ്യാറുണ്ട്. അമ്ലത്തിലെ പ്രധാന കഥ, ഒരുപക്ഷെ അമ്ലം എന്നുള്ള പേര് തന്നെ ഇട്ടിട്ടുള്ള കഥ, അമ്ലത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആസിഡ് എന്നാണ്. എനിക്ക് തോന്നുന്നു ആസിഡ് ആക്രമണങ്ങൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനും ഒരുപക്ഷെ അല്പം മുന്നേ ആണ് അമ്ലം എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിനുശേഷവും ഒരുപാട് ആസിഡ് ഒഴിച്ചുള്ള ആക്രമണങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്ലം വായിക്കുന്ന സമയത്ത് അതിലെ ആ സ്ത്രീ കഥാപാത്രം എല്ലാവർക്കും അറിയുന്നതാണ്, വായിച്ചിട്ടുള്ളവർക്ക് അറിയുന്നതാണ്. കല്യാണത്തിൻ്റെ തലേരാത്രിയിൽ ആക്രമിക്കാൻ വന്നിട്ടുള്ള ഒരു പയ്യനെ തിരിച്ചെങ്ങനെയാണ് അവൾ ആക്രമിക്കുന്നത് എന്നുള്ള ഒരു ഭാഗം മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കഥ ആസിഡ് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട ആരെങ്കിലും വായിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരേ സമയം അവർക്ക് കുറ്റബോധവും നിരാശയും ഒക്കെ തോന്നിയേനെ. ഇങ്ങനെ എന്തെങ്കിലും തിരിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നെങ്കിൽ എന്നുള്ള ചെറിയ തോതിലുള്ള നിരാശയെങ്കിലും അവർക്ക് തോന്നിയേനെന്ന് തോന്നിയിട്ടുണ്ട്. അമ്ലം വായിച്ചു തീർന്നപ്പോൾ അന്നെനിക്ക് സിത്താരേച്ചിയായിട്ട് ഒരു പക്ഷേ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് സിത്താരേച്ചി നേരത്തെ പറഞ്ഞു പത്രക്കുറിപ്പുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ പത്രക്കുറിപ്പുകൾ കഥയെ സ്വാധീനിക്കാറുണ്ട്, എഴുത്തിനെ സ്വാധീനിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അമ്ലം എന്നുള്ള കഥ നമ്മൾ സമൂഹത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ട് മടുത്തതിൻ്റെ ഒരു ഫലമായിട്ടൊക്കെ എഴുതിയതായിരിക്കണം. എനിക്കറിയേണ്ടത് അമ്ലം എഴുതിയതിന് ശേഷം വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആരുടെയെങ്കിലും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ തരത്തിൽ സിത്താരേച്ചിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും വായനാ പ്രതികരണം ഉണ്ടായിരുന്നോ എന്നായിരുന്നു. അമ്ലം എന്ന കഥയിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാൾ, അതൊരു റിലേഷൻഷിപ്പ് ബേസ്ഡ് കഥയല്ല, ഒരു പക പോക്കാനായി അത് അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രണയപ്പക തീർക്കാൻ വേണ്ടി മുഖത്തും ശരീരത്തിലും ആസിഡ് ഒഴിച്ച് ജീവിതം തന്നെ നശിച്ചു പോയ എത്രയോ പെൺകുട്ടികൾ, അത്തരത്തിലുള്ള നിരവധി പത്രവാർത്തകളും ഒക്കെ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഇന്നും അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം ഫേസ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു, അതിനോട് എങ്ങനെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അമ്ലം എന്ന കഥ എഴുതിയത്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപക്ഷെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടി, അമ്ലത്തിലെ പോലെ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടി ഒരുപക്ഷെ അപൂർവമായിരിക്കാം. കാരണം അത്തരമൊരു സാഹചര്യം ഒരു പെൺകുട്ടിക്ക് മുന്നിൽ വരുമ്പോൾ ചിലപ്പോൾ അവൾ പതറിപ്പോയേക്കാം. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും അല്പം ഇമോഷണലൊക്കെ ആയ സ്ത്രീകളാണെങ്കിൽ തങ്ങൾക്ക് നേരെയുള്ള ഇമോഷണലും ശാരീരികവുമായ അക്രമങ്ങൾ വരുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കാമായിരുന്നു എന്ന് പിന്നീടായിരിക്കും അവൾക്ക് തോന്നുക. അത്തരത്തിലുള്ളൊരു കുറ്റബോധം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു ട്രോമയിൽ ഒരു പക്ഷേ മിക്ക പെൺകുട്ടികൾക്കും തിരിച്ച് പ്രതികരിക്കാനുള്ള
ഒരു സാഹചര്യം ആഗ്രഹമുണ്ടാവാം, പക്ഷെ സാഹചര്യം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പെൺകുട്ടികൾക്കിടയിലാവാം ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഥ 10 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയത്. ഇന്നും ആ ഒരു സിറ്റുവേഷന് വലിയ മാറ്റമില്ല. ഇന്നും അതിനേക്കാളും കൂടുതലാണ് പക തീർക്കാനായിട്ട് ആസിഡ് മാത്രമല്ല പല രീതിയിലും കൊല്ലുകയും മറ്റു രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജിൻഷ ചോദിച്ചതുപോലെ ആ കഥ വായിച്ചതിന് ശേഷം ആസിഡ് ആക്രമണത്തിനല്ല, പക്ഷെ അതുപോലെയുള്ള ഇമോഷണലി ഫിസിക്കലി ഉള്ള അബ്യൂസുകൾക്ക് വിധേയരായിട്ടുള്ള ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കഥയിലെ ആ ഒരു പെൺകുട്ടിയുടെ ഒരു ധൈര്യം ഞങ്ങൾക്ക് അന്ന് ഉണ്ടാവേണ്ടിയിരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ധൈര്യം അത് കഥകളിൽ നമുക്ക് എല്ലായ്പ്പോഴും അത് പറഞ്ഞു വെക്കാൻ പറ്റും. കാരണം കഥ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണല്ലോ അത് കഥയാകുന്നത്. ഒരാൾ ജീവിച്ചു മരിച്ചു എന്നാൽ കഥയാവില്ല. ആ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റ് നിൽക്കൽ, അതാണ് കഥ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കഥയിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആ തനിക്കു നേരെയുള്ള അക്രമത്തോട് ചെറുത്ത് നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാണ് എഴുത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സക്സസ് എന്ന് പറയുന്നത്. അമ്ലത്തിൽ എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള മറ്റ് 2 കഥകൾ, ഒന്ന് വേട്ടയും പിന്നെ ഒരെണ്ണം വേതാളവുമാണ്. വേട്ടയിലെ സ്ത്രീ കഥാപാത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഉണ്ടാവുമോ എന്ന് വായനക്കാർ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയാണ്. കാരണം സമ്പന്നനായ ഒരാളുടെ ഭാര്യയാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പ്രണയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റേതായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ, എന്നാൽ നേരെ മറിച്ച് ആ സ്ത്രീ എന്താണ് കണ്ടിട്ടുള്ളതെന്ന് ഒരുപക്ഷെ ആ സ്ത്രീക്ക് മാത്രമേ അറിയുന്നുള്ളൂ. പുറത്തുനിന്ന് വായിക്കുന്ന ഒരാൾക്ക് പരിപൂർണമായിട്ട് അവരെ മനസ്സിലാകുന്നില്ല. അത്രയും ആർക്കും മനസ്സിലാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് അവൾക്ക് മാത്രം അറിയുന്നതാണ് അവളുടെ മനസ്സ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് സിതാരേച്ചി ആ കഥ എഴുതിയിട്ടുള്ളത്. അതിലെ പയ്യൻ വരെ അല്ലെങ്കിൽ ആ കഥയിൽ ആ സ്ത്രീ വില കൊടുത്ത് വാങ്ങുന്ന ആ ആൺകുട്ടി വരെ അവരെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ആ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഒരു തളർന്നുള്ള ഇരിപ്പോട് കൂടിയിട്ടാണ് കഥ അവസാനിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ത്രീ കഥാപാത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കാണാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സ്ത്രീയാണത്. വേതാളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അമ്മ മകൾ ബന്ധം. കഥ വായിച്ച ഇടയിൽ നിന്ന് നമുക്ക് തോന്നും അമ്മയാണ് ശരി എന്നുള്ളത്, പക്ഷെ പിന്നീട് തോന്നും മകളാണ് ശരി എന്നുള്ളത്. കഥയുടെ അവസാനം എത്തുമ്പോൾ ഇതിൽ ആരുടെ ഭാഗത്ത് വായനക്കാർ കൂടെ നിൽക്കണമെന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തോടു കൂടിയായിരിക്കണം ഒരു പക്ഷേ ഒട്ടുമിക്ക വായനക്കാരും വേതാളം വായിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. വേതാളമാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന സിതാരേച്ചിയുടേതായിട്ട് വന്നിട്ടുള്ള കഥ. ഓണപ്പതിപ്പിലായിരുന്നു അല്ലേ, മാതൃഭൂമി ഓണപ്പതിപ്പിലായിരുന്നു വേതാളം വന്നിട്ടുള്ളത്. അപ്പം ഈ വേട്ടയിലെയും വേതാളത്തിലെയും സ്ത്രീകളെ എങ്ങനെയാണ് നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും എനിക്ക് ഈ 2 സ്ത്രീകളെ മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഈ 2 സ്ത്രീകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ 2 കഥകളെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് പറയോ? വേട്ടയിലെയും വേതാളത്തിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കാം, പക്ഷേ അവർ 2 പേരെയും ഞാൻ കണ്ടെത്തിയത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. വേട്ടയിലെ കഥാപാത്രം ഒരു പത്രവാർത്തയിൽ നിന്നാണ്. എനിക്കതിൻ്റെ ഒരു ലൂസ്ലി ബേസ്ഡ് ഓൺ ഒരു സൗദിയിൽ വെച്ച് വായിച്ച ഒരു പത്രവാർത്തയാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 സിനിമകൾ, തിരക്കഥകൾ, സീരിയലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേറൊരു തരത്തിലാണ്. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വേട്ടയിലെ കഥാപാത്രത്തെ എഴുതിയത്. വേട്ടയിലെ കഥാപാത്രം ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്രേ ഷെയ്ഡുകളുള്ള ഒരു സ്ത്രീയാണ്. ഞാനൊരു സ്ത്രീ ആണെങ്കിലും എല്ലാ സ്ത്രീകളും പെർഫെക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എല്ലാ മനുഷ്യരിലും എല്ലാ ഷെയ്ഡുകളുമുണ്ട്. ഗ്രേ ഷെയ്ഡുകളുള്ള വ്യക്തികളുണ്ട്, അതിൽ തന്നെ നന്മകളുള്ളവരുണ്ട്,
ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പുരുഷനിൽ എന്നല്ല ഒരു സ്ത്രീയിലുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ സ്ത്രീകളിലുള്ള ഗ്രേ ഷെയ്ഡുകളെ പറ്റിയും തീർച്ചയായിട്ടും ഞാൻ എഴുതാറുണ്ട്. കാരണം യഥാർത്ഥ ജീവിതത്തിൽ അതങ്ങനെയാണ്. ഈവൻ എന്നിൽ പോലും ഒരുപാട് ഗ്രേ ഷെയ്ഡുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ കഥാപാത്രങ്ങളിലും ആ ഒരു രീതിയിൽ തന്നെ ആ റിയൽ ലൈഫിൽ അവരെങ്ങനെയായിരുന്നു അതുപോലെ ഒരുപക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലായിരിക്കാം, പക്ഷെ അതുപോലെ പോർട്രേ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് വെച്ചിട്ടാണ് വേട്ട എന്നൊരു കഥ എഴുതിയത്. വേതാളത്തിലെ അമ്മ നമ്മൾ പരിചയിച്ചിട്ടുള്ള അമ്മമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ്. പക്ഷേ അവരും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ആ അമ്മ മകൾ ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു അമ്മ പ്രണയത്തിൽ ഒരുപാട് വർഷങ്ങൾ ഉന്മാദിനിയായി തള്ളി നീക്കിയ ആ ഒരു അമ്മ എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കെട്ടുകഥകളാണെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഇല്ല എന്ന് തോന്നുന്നു. ശരിക്കും ജീവിതം നമ്മളെ ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളെ നേരിട്ട് കാട്ടിത്തരുമ്പോൾ നമ്മൾ അതിശയിച്ച് പോകാറുണ്ട്. കഥകളെ വെല്ലുന്ന കഥകളാണ് ജീവിതത്തിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള ചുറ്റും കാണുന്ന ജീവിതങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. ഈ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക സ്ത്രീകളെയും ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റും കണ്ടിട്ടുള്ള ജീവിതങ്ങളിൽ നിന്ന് എടുത്തതാണെന്നുള്ളത് സിത്താരേച്ചി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേതാളത്തിന് ശേഷം സിത്താരേച്ചിയുടേതായിട്ട് കഥകൾ ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വായനക്കാരുണ്ട്, ഞാനടക്കം. കഥകൾക്കും അപ്പുറം എൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സിത്താരേച്ചിയുടേതായിട്ടൊരു നോവൽ കൂടി വായിക്കണം എന്നൊക്കെയുള്ളത്. അപ്പം അതിലേക്കൊക്കെ എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് വായനക്കാർ ഒരുപക്ഷെ കാലങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന കഥാകൃത്താണ് സിത്താര എസ്. അതിനുശേഷവും കുറേയധികം കഥാകൃത്തുക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സിത്താര എസിനൊരു വായനാ സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. വായനക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഓഡിയൻസ് എന്തായാലും ഞാൻ തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ പറയുന്നത് പോലെ അമ്ലത്തിലെ ആദ്യത്തെ കഥയുണ്ട് മറ. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിനെ അല്ലെങ്കിൽ മനുഷ്യരെങ്ങനെയാണ് മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഇത്ര രസകരമായിട്ട് ഇത്ര അധികം നമ്മളെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ എഴുതിയ മറ്റൊരു കഥ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഉറപ്പുള്ള സൗഹൃദ കൂട്ടത്തിന് അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് നടുവിലാണ് സിത്താരേച്ചി എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സിത്താര, രേഖ, ലബി, സജീന്ദ്രൻ ഈ ഒരു കൂട്ടുകെട്ട് പലപ്പോഴും നിങ്ങൾ യാത്രകൾ പോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പരസ്പര സങ്കടങ്ങളിലൊക്കെ താങ്ങായി നിന്ന സമയത്തൊക്കെയുള്ള കുറിപ്പുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതിലപ്പുറം ഈ പറയുന്ന ശൈലേട്ടനടക്കമുള്ള മറ്റൊരു പറ്റം സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലായ്പ്പോഴും സൗഹൃദങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ പോലെ ഒരു കഥ എഴുതുമ്പോൾ അതിനുള്ള ബീജം എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ ഈ മനുഷ്യരെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു അതിശയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മറ എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ജീവിതത്തിൽ സാഹിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സൗഹൃദം സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത്? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള
കാര്യങ്ങളിലൊന്ന് സൗഹൃദമാണ്. അത് തീർച്ചയായിട്ടും എന്നെ എല്ലാ രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ടായ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളാണ്. അത് അങ്ങനെ അല്ലാത്തപ്പോഴും തുടക്കം തൊട്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് നടക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ എനിക്കെന്നും ഉണ്ടായിട്ടുണ്ട്. അവരെൻ്റെ ഒരു കരുത്തായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഓരോ വിഷമഘട്ടത്തിലും എൻ്റെ തോളോട് തോൾ ചേർന്നിട്ട് അവരുണ്ടായത് കൊണ്ടാണ് എനിക്ക് ജീവിച്ചിരിക്കാൻ തന്നെ സാധിച്ചത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എത്രത്തോളം പോസിറ്റീവാണ് എന്ന് എനിക്കറിയാം. ആ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും എൻ്റെ എഴുത്തിനെയും എല്ലാ രീതിയിലും ബാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് എഴുതി തുടങ്ങിയ ഒരാളെന്ന നിലയിൽ ഇന്നിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആയിട്ടും അല്ലെങ്കിൽ പല സീനിയർ എഴുത്തുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നുള്ള ഒരു വായനക്കാരല്ല ഇന്ന് ഉള്ള വായനക്കാർ, അല്ലെങ്കിൽ വായനക്കാരാകപ്പാടെ അവരുടെ അഭിരുചികളാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങളാണെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. രണ്ട് കാലഘട്ടത്തിലെയും വായനക്കാരെ വളരെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു കാര്യത്തിൽ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു കഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന വായനകൾ ബഹുവിധമാണ്. നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത റീഡിങ്സാണ് പല കഥകൾക്കും, അല്ലെങ്കിൽ കഥകൾ തന്നെ ഏത് കൃതിയാണെങ്കിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എഴുത്തുകാർ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് എഴുതേണ്ട ഒരു കാലമാണിതെന്ന് തോന്നുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അരങ്ങ് വാഴുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇരുതല എന്താ പറയുക, അങ്ങനെ പറയില്ലേ, മൂർച്ചയുള്ള വാളായിട്ട് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അന്നും അതുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ലാതിരുന്ന കാലത്ത് അത് എഴുത്തുകാരെ അത്രക്കങ്ങോട്ട് ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അത് തീർച്ചയായിട്ടും ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു കൃതി എഴുതുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ കൂടുതലായിട്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. അതിൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വായന പഴയതിൽ നിന്നും തീർച്ചയായിട്ടും വളരെ 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 വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനിടയിലും സന്തോഷം തരുന്ന കാര്യം നല്ല രചനകൾ സ്വീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു 30 മിനിറ്റായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരുപാട് വായനക്കാരെ പോലെ ഞാനും കാത്തിരുന്ന ഒരു കഥാസമാഹാരമാണ് അമ്ളം. ഇനിയും 10 വർഷത്തെ ഇടവേളയൊന്നും എടുക്കാതെ കഥകൾ തരണമെന്ന് മാത്രം പറയാണ്. എഴുതിക്കൊണ്ടേ ഇരിക്കുക, കാരണം വായിക്കാൻ അത്രയധികം ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇത്രയും നേരം അമ്ലത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തുക്കളിൽ ഒരാളുമായിട്ട് ഇത്രയും നേരം ചിലവഴിക്കാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷം. സമയപരിമിതി ഉണ്ട്, അപ്പോൾ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നന്ദി സിതാര എസ്, ജിൻഷ ഗംഗ ആൻഡ് ആർ ജി ചച്ചു.